Hello dear all, welcome to my channel Engineering Skill Desk. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഷീറ്റ് മെറ്റൽസിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മളുടെ വാഹനങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ട്രക്ക് ആയിക്കോട്ടെ, പ്ലെയിൻ ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം ബോഡി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീൽ എന്നായിരിക്കും, ശരിയല്ലേ? എന്തായാലും അത് ഒരു വിധത്തിൽ ശരിയാണ്, എന്നാൽ ഒരു വിധത്തിൽ തെറ്റുമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? അത് നമുക്കിപ്പോൾ ഉടനെ നോക്കാം. അതായത് ട്രക്ക്, എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാഹനങ്ങൾ, അവയുടെ ബോഡി മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ ശരിയായിട്ടുള്ള കാര്യമല്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീലിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ കൂടി ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഈ മെറ്റീരിയലിനെയാണ് നമ്മൾ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞ ആ ഒരു മെറ്റീരിയൽ വളരെ തിന്നായിട്ടുള്ളതും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. അതായത് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് വഴി ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള മെറ്റൽ ഷീറ്റാണ് ഷീറ്റ് മെറ്റൽ എന്ന് നമുക്ക് പറയാം. ഈ ഷീറ്റ് മെറ്റൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രി പ്രോസസ്സിംഗ് ടൈമിൽ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിൻ്റെ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഷീറ്റ് മെറ്റലുകളാണ് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഷീറ്റ് മെറ്റലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് ഈസ് എ ഷീറ്റ് ഓഫ് മെറ്റൽ, മെറ്റലിൻ്റെ ഒരു ഷീറ്റാണ്. ഇങ്ങനെയുള്ള ഷീറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാഹനങ്ങളുടെയും മറ്റ് പല പാർട്ടുകളുടെയും എല്ലാം ബോഡി ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എന്താണ് ഇങ്ങനെയുള്ള ഷീറ്റുകൾ ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസ് മോഡലിങ്ങിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സുകളാണ് ഷീറ്റ് മെറ്റലിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷീറ്റ് മെറ്റലുകൾ വാഹനങ്ങളുടെ ബോഡികൾ നിർമ്മിക്കുന്നതിനും അല്ലെങ്കിൽ SMBS പോലുള്ള എൻക്ലോഷറുകൾ നിർമ്മിക്കുന്നതിനുമെല്ലാം വൈഡായിട്ട് യൂസ് ചെയ്തു വരുന്നത്. അപ്പം ഷീറ്റ് മെറ്റലിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ഇൻസൈഡുള്ള കണ്ടൻസിൻ്റെ അനുസരിച്ചിട്ട്, അതായത് ഇമ്പ്യൂരിറ്റീസിൻ്റെയും ടെൻസൈൽ സ്ട്രെങ്തിൻ്റെയും മറ്റ് പല കാര്യങ്ങളുടെയും അളവുകൾ അനുസരിച്ചിട്ട് ഇതിൻ്റെ സ്വഭാവങ്ങൾ വ്യത്യസ്തമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളുള്ള പല ഷീറ്റ് മെറ്റലുകളുണ്ട്. അങ്ങനെയുള്ള ഷീറ്റ് മെറ്റലുകളാണ് അലോയ് സ്റ്റീല്, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഷീറ്റ് മെറ്റലുണ്ട്, കാർബൺ സ്റ്റീലിൻ്റെ ഷീറ്റ് മെറ്റലുണ്ട്, ടൂൾ സ്റ്റീലിൻ്റെ ഉണ്ട്, ഗാൽവനൈസ്ഡ് സ്റ്റീലിൻ്റെ ഉണ്ട്, അലൂമിനിയം ഷീറ്റ് മെറ്റലുകളുണ്ട്. അങ്ങനെ ഒത്തിരി ടൈപ്പ് ഷീറ്റ് മെറ്റലുകൾ നമ്മുടെ ഇൻഡസ്ട്രീസിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ബേസ്ഡ് ഓൺ ദ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അളവിനനുസരിച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ ഷീറ്റാണ്. ഇങ്ങനെയുള്ള മെറ്റാലിക് ഷീറ്റുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിന് സോളിഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസൈനിങ് ഫെസിലിറ്റിയാണ് സോളിഡ് വർക്ക്സ് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. അതായത് നമ്മൾ റിയൽ വേൾഡിൽ ഒരു ഷീറ്റിൽ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് വെർച്വൽ വേൾഡിൽ ആദ്യം ആ ഒരു മോഡൽ ഉണ്ടാക്കിയെടുക്കും. അതായത് പല ഡയമെൻഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വെർച്വൽ വേൾഡിൽ അത് ഉണ്ടാക്കിയെടുക്കും. വെർച്വൽ വേൾഡിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മോഡലിനെ റിയൽ വേൾഡിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത്. കാരണം അത് കോസ്റ്റ് എഫക്റ്റീവാണ്. കാരണം നമ്മൾ റിയൽ വേൾഡിൽ ഉണ്ടാക്കിയത് തെറ്റിപ്പോയി, മിസ്റ്റേക്ക് പറ്റി എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്രയും മെറ്റീരിയൽ ലോസ് ആവുകയാണ്. അതേസമയം വെർച്വൽ വേൾഡിലാകുമ്പോഴത്തേക്ക് അത് വലിയ നഷ്ടങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് അതിനെ റീ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് സോളിഡ് വർക്ക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിസൈനിങ് ഫെസിലിറ്റിയാണ് സോളിഡ് വർക്ക്സ് ഷീറ്റ് മെറ്റൽ എന്ന് ഞാനിപ്പോൾ പറഞ്ഞു. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സോളിഡ് വർക്ക്സ് ഷീറ്റ് മെറ്റൽസിനെ പറ്റിയാണ്. അപ്പോൾ ഷീറ്റ് മെറ്റൽ ഡിസൈനിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന ഇൻസ്റ്റൻസിൽ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് അപ്പം തന്നെ പഠിച്ച് കൃത്യമായിട്ട്
സമയബന്ധിതമായിട്ട് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് അല്ലെങ്കിൽ നോളജ് ആഡ് ചെയ്ത് നിങ്ങളുടെ കരിയറിലേക്ക് നോളജ് ആഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതായത് ടൈം ഈസ് ഈക്വൽ ടു മണി, വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.